വിജയ് ചിത്രം ജനനായകന്റെ പ്രദർശനാനുമതിയിൽ സെൻസർ ബോർഡിനോട് ചോദ്യങ്ങളുമായി കോടതി. എല്ലാ ചിത്രങ്ങളും റിവൈസിംഗ് കമ്മിറ്റി കണ്ട് വിലയിരുത്തുന്നത് പ്രായോഗികമല്ലല്ലോ എന്ന് കോടതി ചോദിച്ചു. ഉപദേശക സമിതിയുടെ ശുപാർശയ്ക്ക് നിയമപ്രാബല്യമുണ്ടോ എന്നും ഹൈക്കോടതി ചോദിച്ചു. സെൻസർ ബോർഡിന്റെ അപ്പീലിൽ മദ്രാസ് ഹൈക്കോടതിയിൽ വാദം തുടരുകയാണ്. ചീഫ് ജസ്റ്റിസ് എം ശ്രീവാസ്തവ, ജസ്റ്റിസ് ജി അരുൾ മുരുകൻ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. PR സുനിലുണ്ട് വിവരങ്ങൾ നൽകാൻ. PR സുനിൽ, വിജയ് ചിത്രം ജനനായകനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ടുള്ള ദിവസമാണ്. ഇന്നിപ്പോൾ സെൻസർ ബോർഡിനോട് ചോദ്യം ഉന്നയിക്കുകയാണ് കോടതി. വാദം തുടരുകയാണ്. എന്താണ് കോടതിയിൽ സംഭവിക്കുന്നത്? ശ്രുതി, സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് ഈ കേസ് പരിഗണിക്കാൻ തീരുമാനിച്ചത്. ഏതായാലും ഇന്ന് ഈ കേസിൽ ഒരു അന്തിമ തീരുമാനം എടുക്കണം എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇന്ന് മദ്രാസ് ഹൈക്കോടതിയിൽ നിന്ന് നീതി കിട്ടും എന്ന പ്രതീക്ഷയിലാണ് ജനനായകൻ സിനിമയുടെ നിർമ്മാതാക്കൾ. ഏതായാലും ഇപ്പോൾ സെൻസർ ബോർഡിനോട് കുറേ ചോദ്യങ്ങളാണ് ഹൈക്കോടതി ഉയർത്തുന്നത്. നിർമ്മാതാക്കളുടെ ഹർജിയിൽ മറുപടി നൽകാൻ സെൻസർ ബോർഡിന് സാവകാശം ലഭിച്ചോ എന്ന ചോദ്യം കോടതി ഉയർത്തുന്നു. ഒറ്റ ദിവസം കൊണ്ട് തീരുമാനമെടുക്കാൻ സിംഗിൾ ബെഞ്ചിന് കഴിയുമോ എന്ന ചോദ്യം ഉയർത്തുന്നു. ഇക്കാര്യം ഇതുപോലെ ഉപദേശക സമിതിയുടെ ശുപാർശയ്ക്ക് പ്രാബല്യമില്ലെന്ന് സെൻസർ ബോർഡ് എന്ന് കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഏതായാലും ശക്തമായ വാദപ്രതിവാദങ്ങളാണ് കോടതിയിൽ തുടരുന്നത്. സിനിമയുടെ നിർമ്മാതാക്കൾ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് അസാധാരണ നീക്കമാണ് ഈ കേസിൽ സെൻസർ ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നാണ്. 14 എഡിറ്റുകളാണ് പ്രധാനമായും സെൻസർ ബോർഡ് നിർദ്ദേശിച്ചത്. ആ 14 എഡിറ്റുകളും പൂർത്തിയാക്കിയ ശേഷം പിന്നീട് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകാത്ത ഒരു സാഹചര്യമാണെന്നും നിർമ്മാതാക്കൾ കോടതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും ഇപ്പോൾ സെൻസർ ബോർഡിന്റെ വാദമാണ് പ്രധാനമായും കോടതി കേൾക്കുന്നത്. അതിനുശേഷം പിന്നീട് ഈ കേസിലെ നിർമ്മാതാക്കളുടെ മറുപടി വാദം കൂടി കേട്ട ശേഷമായിരിക്കും ഈ കേസിലൊരു തീരുമാനത്തിലേക്ക് പോവുക. ഏതായാലും ഇന്ന് ആ സിനിമയ്ക്ക് അനുമതി, ഏതായാലും ഈ ഒരു കേസിലൊരു അന്തിമ തീരുമാനം, അന്തിമ ഉത്തരവുണ്ടാകാനുള്ള സാധ്യത ഏതായാലും കുറവാണ്. വിശദമായി കേസ് വാദം കേൾക്കുന്ന ഒരു സാഹചര്യത്തിൽ പിന്നീടൊരു വിധി പുറപ്പെടുവിക്കുന്ന തീരുമാനത്തിലേക്കായിരിക്കും കോടതി പോവുക. അതിന് മറ്റേതെങ്കിലും ദിവസം കേസ് മാറ്റിവെക്കാനുള്ള സാധ്യതയുമുണ്ട്. ഏതായാലും പൊങ്കൽ കാലത്ത് ഈ ജനനായകൻ സിനിമ റിലീസ് ചെയ്യുക എന്നതായിരുന്നു നിർമ്മാതാക്കളുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. അത് നടപ്പായില്ല. അതിനുവേണ്ടി സുപ്രീം കോടതി വരെ എത്തിയെങ്കിൽ പോലും ഈ കേസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുന്ന സാഹചര്യത്തിൽ സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കുന്നത് ഉചിതമാകില്ല എന്ന് സുപ്രീം കോടതി കണ്ടെത്തുകയും വ്യക്തമാക്കുകയും പിന്നീട് കേസ് മദ്രാസ് ഹൈക്കോടതിയിലേക്ക് തന്നെ തിരിച്ചയക്കുകയുമായിരുന്നു. അതായാലും ഇന്ന് ഈ കേസിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പോകുമോ എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം.